മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വീടിന്റെ അകത്തേക്ക് കടന്നു വന്നു. ആയിഷ ബീബി പടച്ചവനെ പൊട്ടിക്കരയുകയാ. തലവേദനയാണെന്ന് പറഞ്ഞ് ആയിഷ ബീബി കരയുമ്പോ റസൂലുള്ളാഹി തങ്ങള് പറഞ്ഞു, കരയണ്ട ആയിഷ, ഞാൻ ജീവിച്ചിരിക്കുമ്പോഴാണ് നീ മരിച്ചു പോകുന്നതെങ്കിൽ നിന്റെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കും, നിന്റെ കഫം ഞാൻ പൊതിയും, നിനക്ക് വേണ്ടി എന്റെ കൈകൊണ്ട് ഖബർ കുഴിക്കും, എന്നിട്ട് എന്റെ കൈ കൊണ്ട് നിന്നെ ഞാൻ ഖബറിൽ ഇറക്കി വെക്കും. റസൂലുള്ളാഹി പറയുകയാ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയത് അവിടെയാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവിടെയല്ലേ നിർത്തിയേ? റസൂലുള്ളാഹി തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു, പ്രവാചകന് തലവേദനയാണ്, വീട്ടിലേക്ക് കടന്നു വന്നു. ആ സമയത്താണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തലവേദന എടുത്ത് വീടിന്റെ അകത്ത് കിടക്കുന്നത്. പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ആയിഷ, ഈ തലവേദന വന്ന് നീ മരണപ്പെട്ട നിന്റെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കും, നിന്നെ ഞാൻ കഫം പൊതിയും, നിനക്ക് വേണ്ടി നിന്നെ ഞാൻ മയ്യത്ത് നമസ്കരിക്കും, എന്റെ കൈ കൊണ്ട് ഖബർ കുഴിച്ച് നിന്നെ ഖബറിന്റെ അകത്ത് ഞാൻ ഖബറടക്കും. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഇത് കേട്ടപ്പോൾ അങ്ങോട്ട് സഹിച്ചില്ല. അവിടെ നീ ചോദിച്ചു, നബിയെ ഇപ്പൊ അങ്ങനെ വേണ്ട, ഇപ്പൊ അങ്ങനെ വേണ്ട. എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇങ്ങനെ പറയുമ്പോൾ റസൂലുള്ളാഹി തങ്ങളെ തന്റെ ഭാര്യയുടെ മനസ്സറിയണമല്ലോ, തന്റെ ഭാര്യയുടെ മനസ്സറിയണമല്ലോ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ, എനിക്കും വല്ലാതെ തലവേദനിക്കുന്നു ആയിഷ, എനിക്കും വല്ലാതെ തലവേദനിക്കുന്നു ആയിഷ. ഈ തലവേദന കാരണം ഞാനെങ്ങാനും മരിച്ചുപോയാൽ, അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് ചോദിക്കുകയാണ്, ഈ തലവേദന കാരണം ഞാനങ്ങ് മരിച്ചുപോയാ നീ എന്ത് ചെയ്യും ആയിഷ? ആയിഷയുടെ പ്രതികരണം അറിയാൻ, ആയിഷ ബീവിയുടെ മറുപടി കേൾക്കാൻ അതുവരെ പ്രവാചകൻ പറയുന്നത് കേട്ട് ചിരിച്ചുകൊണ്ടിരുന്ന ആയിഷ റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ, ഞാനെങ്ങാനും മരിച്ചു പോയാ നീ എന്ത് ചെയ്യും? റസൂലുള്ളാഹിയുടെ വാപത്തി പിടിക്കുകയാണ്. മുത്തുനബിയുടെ വാപത്തി പിടിച്ചിട്ട് പറയുന്നു, നബിയേ, തമാശയ്ക്ക് പോലും അങ്ങനെ പറയല്ലേ നബിയേ, തമാശയ്ക്ക് പോലും അങ്ങനെ പറയല്ലേ നബിയോ, അത് താങ്ങാൻ കഴിയാത്തതാണ്. ആയിഷ ബീവിക്കത് താങ്ങാൻ കഴിയാത്ത കാര്യമാണ്. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന് സൂചനകൾ കൊടുത്തു തുടങ്ങി. അള്ളാഹുവിന്റെ റസൂലിന് പനി പിടിച്ചു. രോഗങ്ങൾ അള്ളാഹുവേ ഓരോ ദിവസം കഴിയുമ്പോഴും രോഗം കൂടുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ജന്നത്തുൽ മുഅല്ലയിലേക്ക് കടന്നുപോയി. കുടുംബക്കാരോട് മുഴുവനും പോയി യാത്ര പറഞ്ഞു. എല്ലാവരോട് സലാം പറഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകന് തിരിച്ചു വന്നു. ജന്നത്തുൽ ബഖീയിലേക്ക് കടന്നുപോയി. എല്ലാവരോടും യാത്ര പറഞ്ഞു. തന്റെ ഭാര്യമാരോട്, തന്റെ മക്കളോട്, മരണപ്പെട്ടവരുടെ ഖബറിന്റെ ചാരത്ത് ചെന്നിരുന്നു ദുആ ചെയ്തു. ഓരോ ദിവസം കഴിയുമ്പോഴും പ്രവാചകന് രോഗം ഇങ്ങനെ കൂടുകയാണ്. പടച്ച റബ്ബേ, അല്ലാഹുവിന്റെ പ്രവാചകന് രോഗം ഇങ്ങനെ കൂടാൻ തുടങ്ങി. പല സൂചനകളും, മരണത്തിന്റെ സൂചനകൾ അല്ലാഹുവിന്റെ റസൂൽ കൊടുക്കാൻ തുടങ്ങി. അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകന് രോഗം കൂടിയിട്ട് എഴുന്നേക്കാൻ കഴിയാത്ത അവസ്ഥയായി. അല്ലാഹുവേ, അതാ ബാങ്ക് വിളിച്ചു കഴിയുമ്പോ ഒരു ദിവസം രോഗം പിടിച്ച് കിടക്കുന്ന പ്രവാചകന്റെ വീടിന്റെ മുന്നിൽ ഇഖാമത്തിന്റെ സമയമെത്തുമ്പോ ബിലാൽ തങ്ങൾ വിളിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇഖാമത്ത് കൊടുക്കാൻ സമയമായി, നമസ്കാരത്തിന് സമയമായി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ബിലാലേ, എനിക്ക് സുഖമില്ല ബിലാലേ, അബൂബക്കർ സിദ്ദീഖിനോട് ഇമാമത്ത് നിൽക്കാൻ പറ. അല്ലാഹുവിന്റെ റസൂല് രോഗം പിടിച്ച് കിടക്കുകയാണ്. അവിടെ നിന്ന് എഴുന്നേക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. പനി വല്ലാതെ കൂടി. റസൂലുള്ളാഹിന് വല്ലാത്ത ശരീരവേദനയായി. എഴുന്നേക്കാൻ കഴിയാതെ കിടക്കുമ്പോ ബിലാൽ തങ്ങൾ വീടിന്റെ മുന്നിൽ വന്ന് വിളിക്കുന്നു, നബിയേ, നമസ്കാരത്തിന് സമയമായി. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു, ബിലാലേ, അബൂബക്കറിനോട് നിസ്കരിക്കാൻ പറ, സിദ്ദീഖിനോട് ഇമാമത്ത് നിൽക്കാൻ പറ. പടച്ചവനെ, പ്രവാചകൻ ഇത് പറഞ്ഞു
പറഞ്ഞു കഴിയുമ്പോ മസ്ജിദ് നബവിക്കകത്തൊരു കരച്ചിൽ കേൾക്കുകയാ. അല്ലാഹുവേ, ബിലാൽ തങ്ങളെ നിലവിളിക്കുകയാണ്. സ്വഹാബത്ത് ചോദിക്കുന്നു, എന്തേ ബിലാലേ, റസൂലുള്ളാഹിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. അബൂബക്കർ തങ്ങളോട് ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇത് പറഞ്ഞു കഴിയുമ്പോ മസ്ജിദ് നബവിക്കകത്ത് സഹാബത്തിന്റെ കൂട്ടക്കരച്ചലാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ആയിഷ, എന്തേ ശബ്ദം കേൾക്കുന്നത്? അങ്ങ് നമസ്കരിക്കാൻ പോകാത്തത് കാരണം സ്വഹാബത്ത് കിടന്ന് കരയുകയാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകം ദുആ ചെയ്യുകയാണ്, റബ്ബേ, എനിക്ക് പോകാനുള്ള ആഫിയത്ത് തരണേ അല്ലാ. അവിടുന്ന് ദുആ ചെയ്തു. ചെറുതായിട്ട് പനിയൊന്ന് കുറഞ്ഞു, അവിടുത്തെ രോഗമൊന്ന് കുറഞ്ഞു. റസൂലുള്ളാഹി തങ്ങള് അലി റളിയല്ലാഹു തആല അൻഹു രണ്ട് സ്വഹാബികളുടെ കഴുത്തിൽ ഇങ്ങനെ കൈവക്കുകയാണ്. എന്നിട്ട് നടക്കാൻ കഴിയാതെ കാലിങ്ങനെ തറയിലൂടെ വലിച്ചാട് ഇഴഞ്ഞിഴഞ്ഞാണ് കൊണ്ടുപോയത്. റസൂലുള്ളാഹി തങ്ങള് മസ്ജിദ് നബവിയുടെ മിഹ്റാബിന്റെ പടിയിലിരുന്നു. പ്രവാചകന് മുകളിലേക്ക് കേറാൻ കഴിഞ്ഞില്ല. ആ പടിയിലിരുന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അവിടുന്ന് പ്രവാചകൻ ചില ഉപദേശങ്ങൾ കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മിഹ്റാബിൽ കയറി ഇരുന്നിട്ട് ചില ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, ഞാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളെ ആരെയെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ മുന്നിലേക്ക് മാറ്റിവെക്കരുത്, എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു, സഹാബ, ഞാൻ നിങ്ങളെ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആരെയെങ്കിലും ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം, അള്ളാഹുവിന്റെ മുന്നിലേക്ക് മാറ്റിവെക്കരുത്. പ്രവാചകൻ പൊരുത്തം ചോദിക്കുകയാ. ആർക്കെങ്കിലും ഞാൻ എന്തെങ്കിലും സാമ്പത്തികമായി വല്ലതും തരാനുണ്ടെങ്കിൽ എൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾ ചോദിച്ചു വാങ്ങണം. ഞാൻ നിങ്ങൾ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഉപദ്രവിക്കണമെങ്കിൽ തിരിച്ചുപദ്രവിക്കാം. ഞാൻ നിങ്ങൾ ആരെങ്കിലും തല്ലുകയോ പിടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തല്ലണമെങ്കിൽ തല്ലി തീർക്കാം. ഇല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ട് തരണം. അള്ളാഹുവിന്റെ പ്രവാചകന് സ്വഹാബത്തിനോട് പൊരുത്തം ചോദിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവസാനം അതത്ര സഹിക്കാൻ കഴിഞ്ഞില്ല സഹാബത്തിന്. ഒരുപാട് ചരിത്രങ്ങൾ ആ സമയത്തുണ്ട്. പക്ഷെ നമ്മൾ ആ സമയം, എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ അവിടുന്ന് പൊരുത്തം ചോദിച്ചു. സഹാബത്ത് എല്ലാവരും വല്ലാത്ത വേദനയിലായി. നബിയെ, ഞങ്ങൾ അങ്ങയോട് തിരിച്ചു ചെയ്യാനോ നബിയെ? എൻ്റെ പ്രിയപ്പെട്ടവർ, അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് റൂമിൻ്റെ അകത്തേക്ക് കടന്നുപോയി. ദിവസങ്ങൾ കഴിയും തോറും ഏകദേശം 17 വഖ്തുകളോളം പ്രവാചകൻ നമസ്കരിക്കാൻ കഴിയാതെയായി. വല്ലാതെ രോഗം വർദ്ധിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസം കഴിയുമ്പോഴും പ്രവാചകന്റെ രോഗം ഇങ്ങനെ കൂടുകയാ. അവസാനം ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലാണ് പ്രവാചകൻ കിടക്കുന്നത്. മക്കളെ വിളിച്ച് ഉപദേശം കൊടുത്തു, തൻ്റെ ഭാര്യമാരെ വിളിച്ച് ഉപദേശം കൊടുത്തു. എന്നിട്ട് ഭാര്യമാരോട് മുഴുവനും പറഞ്ഞു, എനിക്ക് ആയിഷ ബീവിയുടെ വീട്ടിൽ നിൽക്കണമെന്നാണ് ആഗ്രഹം. ഭാര്യമാരെല്ലാവരും സമ്മതം കൊടുത്തു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയുടെ വീടിൻ്റെ അകത്ത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ ദിവസങ്ങൾ കഴിയാൻ തുടങ്ങി. റബീഉൽ അവ്വൽ 12, എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പെട്ടെന്ന് രോഗം കൂടി. പ്രവാചകൻ രോഗം പിടിച്ച് കിടക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട പൊന്നാര മകളായ മഹ്ദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വാപ്പാനെ കാണാൻ വന്നു. തൻ്റെ പ്രിയപ്പെട്ട പിതാവിനെ കാണാൻ വന്നപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അടുത്ത് വാപ്പാനെ കണ്ടതും സഹിച്ചില്ല. വാപ്പയുടെ കിടപ്പ് കണ്ടപ്പോൾ സഹിച്ചില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ തൻ്റെ വാപ്പാടെ ചാരത്ത് വന്നിട്ട് നിലവിളിക്കുകയാ, കരയുകയാ. തൻ്റെ പൊന്നാര മകള് കരയുന്നു. വാപ്പ ഇങ്ങനെ അടുത്തേക്ക് വിളിച്ചിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുത്തു, ഫാത്തിമ, വാപ്പയുടെ വാപ്പാടെ മരണമെടുത്തു. ചില അടയാളങ്ങൾ ഞാൻ കണ്ടു തുടങ്ങി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഫാത്തിമ ബീവി പൊട്ടിക്കരയാൻ തുടങ്ങി. അവിടെന്ന് പറഞ്ഞു, നിന്റെ വാപ്പയുടെ മരണമെടുത്തു എന്ന് പ്രവാചകൻ പറഞ്ഞപ്പോ, അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കരയാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമയോട് പറഞ്ഞു, നീ കരയണ്ട. രണ്ടാമതൊരു രഹസ്യം പറഞ്ഞു, മോളെ, എൻ്റെ വാപ്പാടെ തൊട്ടുപുറകിൽ നീയുമുണ്ട്. വാപ്പ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ വാപ്പയുടെ തൊട്ടുപുറകിൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് മരിക്കുന്നത് നീയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട പൊന്നുമകളോട് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ
ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ചിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അത് വല്ലാത്ത ഒരു ചിരിയായിരുന്നു. അല്ലാഹുവേ, വാപ്പാനെ വല്ലാതെ സ്നേഹിച്ച മകളാണ് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ ദിവസം കഴിയുമ്പോഴും പ്രവാചകന്റെ രോഗം കൂടുകയാണ്. പ്രവാചകനൊട്ടും സഹിക്കാൻ കഴിയുന്നില്ല, എഴുന്നേക്കാൻ കഴിയുന്നില്ല. വല്ലാത്ത പ്രയാസത്തിലായി. പടച്ചവനെ, സ്വഹാബാക്കളൊക്കെ വല്ലാത്ത വിഷമത്തിലാ. അവരൊരിക്കലും മനസ്സിലൊരു സ്വപ്നത്തിൽ പോലും പ്രവാചകന്റെ മരണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. കാരണം പ്രവാചകന് നല്ല ആരോഗ്യമുണ്ട്. 63 വയസ്സേ ആയിട്ടുള്ളൂ. പടച്ചവനെ, പ്രവാചകന് സാധാരണ പനിയല്ലേ. സഹാബത്ത് മരണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. അവസാനം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച സുബഹി നമസ്കാരത്തിന്റെ സമയമാണ്. പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോ റസൂലുള്ളാഹി തങ്ങളുടെ വീടിന്റെ അകത്ത് ഇങ്ങനെ കിടക്കുകയാണ്. ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ, ആ കാണുന്ന കർട്ടൻ ഒന്ന് മാറ്റി ആയിഷ. വീടിന്റെ അകത്ത് ജനലിട്ടിരിക്കുന്ന കർട്ടനങ്ങ് മാറ്റുമ്പോ റസൂലുള്ളാഹി തങ്ങളെ സഹാബത്തിനെ നോക്കുകയാണ്. പ്രവാചകന് സ്വഹാബത്തിനെ നോക്കുകയാണ്. സ്വഹാബികൾ പറയുന്നുണ്ട്, പ്രവാചകന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു. അന്ന് വല്ലാത്ത പ്രകാശം. അത് കണ്ടപ്പോ സഹാബത്തിന് സന്തോഷമായി. റസൂലുള്ളാഹിക്ക് ഒരു കുഴപ്പവുമില്ല. കാരണം പ്രവാചകന്റെ മുഖത്തെ പ്രകാശം കണ്ടപ്പോ അവർക്ക് വല്ലാത്ത സന്തോഷമായി. 17 വഖത്ത് നിസ്കരിക്കാൻ മുത്തുനബി ഇമാമത്ത് നിൽക്കാൻ വന്നിട്ടില്ലല്ലോ. അവസാനം പ്രവാചകന്റെ മുഖം കണ്ടപ്പോ അവർക്ക് വല്ലാത്ത സന്തോഷമായി. പ്രവാചകന്റെ പനിയൊക്കെ മാറി. പ്രവാചകൻ നമസ്കരിക്കാൻ ഇനി വരുമല്ലോ. സഹാബാക്കളൊക്കെ വല്ലാത്ത സന്തോഷത്തിലാണ്. പ്രവാചകൻ ഓരോ സഹാബികളെയും ഇങ്ങനെ നോക്കി. എന്നിട്ട് അവിടുന്ന് പുഞ്ചിരിക്കുകയാണ്. പടച്ചവനെ എന്ന് ആയിഷ ബീവിയോട് പറഞ്ഞു, കർട്ടനങ്ങ് തിരിച്ചു പിടിച്ചിടാൻ. അവിടുന്ന് കർട്ടനങ്ങ് തിരിച്ചിട്ടു. സഹാബത്ത് മുഴുവനും പ്രവാചകന്റെ രോഗമൊക്കെ മാറിയെന്ന് കരുതിയിട്ട് എല്ലാവരും പള്ളിയിൽ നിന്ന് പുറത്തുപോയി. ഒരുപാട് ദിവസങ്ങളായി പള്ളിയിൽ തന്നെയാണ്. സഹാബാക്കളൊക്കെ അവരുടെ വീടുകളിലേക്ക് പോയി. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ തന്റെ കുടുംബത്തിലേക്ക് പോയി. എല്ലാവരും പോയി കഴിയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാണ്, ഒരു 10 മണി 11 മണി ആ സൂര്യന്റെ ചൂട് വരുന്നതിന് സമയമെടുത്തപ്പോ, ളുഹാന്റെ സമയമെത്തിയപ്പോ 10 11 മണിയായി. അള്ളാന്റെ റസൂലിന് പെട്ടെന്നങ്ങ് പനി കൂടുകയാണ്. പ്രവാചകന് പെട്ടെന്നങ്ങ് പനി കൂടി. അല്ലാഹുവേ, ആയിഷ ബീവിയുണ്ട്, ഫാത്തിമ ബീവിയുണ്ട്. രണ്ടുപേരും മുത്തുനബിയുടെ ചാരത്തിരുന്ന് കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് പെട്ടെന്ന് അവിടെ നിന്ന് രോഗം കൂടുകയാണ്. റബ്ബേ, റസൂലുള്ളാഹി തങ്ങൾക്ക് അവിടെ നിന്ന് പടച്ചവനെ രോഗം കൂടി. അപ്പോഴാണ് വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേൾക്കുകയാണ്. അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേൾക്കുകയാണ്. പടച്ചവനെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ എഴുന്നേറ്റു പറയുകയാ, ആരായാലും തിരിച്ചു പോകുക. എന്റെ വാപ്പയ്ക്ക് സുഖമില്ല. എന്റെ വാപ്പയ്ക്ക് വല്ലാത്ത വേദനയാണ്. എന്റെ വാപ്പ ഉറങ്ങുകയാണ്. നിങ്ങൾ ശല്യം ചെയ്യല്ലേ. നിങ്ങൾ പോയിട്ട് പിന്നെയൊന്ന് വരുവോ? റസൂലുള്ളാഹി തങ്ങളുടെ പൊന്നാര മകൾ അവിടെ നിന്ന് പറയുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞു. രണ്ടാമതും സലാം കേൾക്കുകയാണ്. രണ്ടാമതും സലാം കേൾക്കുകയാണ്. ഫാത്തിമ ബീവി എപ്പോഴും വിളിച്ചു പറഞ്ഞു, എന്റെ ഉപ്പ സുഖമില്ലാതെ കിടക്കുകയാണ്. രോഗമാണ്, വേദനയാണ്. അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് പിന്നെയും വരുവോ? കുറെ സമയം കഴിഞ്ഞു. മൂന്നാമതും സലാം പറയുമ്പോ റസൂലുള്ള വിളിക്കുന്നു, മോളെ ഫാത്തിമ, വാതില് തുറക്കുമോളെ, വാതില് തുറക്കുമോളെ. ആരാ വന്നതെന്നറിയുമോ? മഹാനായ മലക്കുൽ മൗത്ത് അസ്റായീൽ. അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരികയാണ്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. മുത്തുനബിയുടെ ചാരത്ത് വന്ന് സലാം പറയുകയാണ്. മുത്തുനബി ചോദിക്കുന്നു, അസ്റായീലേ, എന്തിനാ വന്നത്? എന്തിനാ വന്നത്? എന്റെ രോഗസന്ദർശനം നടത്താൻ വന്നതാണോ?
എന്നെ കാണാൻ വന്നതാണോ? അസ്രായിൽ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹു പറഞ്ഞു വിട്ടതാണ്.